ഹായ് ഫ്രണ്ട്സ്, മീരൂസ് മീഡിയ ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ റിസോർട്ടിൽ തന്നെയാണുള്ളത്. ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് 11 മണിയോടെ റെഡിയായി നിൽക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് 11:30 ആകുമ്പോഴേക്കും ഇറങ്ങും. ഇപ്പോൾ ഞങ്ങൾ വാഗമണിലാണല്ലോ ഉള്ളത്. ഇന്നത്തെ യാത്രകൾക്ക് ശേഷം നമ്മുടെ നാട്ടിലേക്ക്, കണ്ണൂരിലേക്ക് തിരിച്ചു പോരും. വാഗമൺ കുരിശുമലയിലേക്കാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കണ്ട് മുന്നോട്ടേക്ക് നീങ്ങാം. ഞങ്ങൾ വാഗമൺ കുരിശുമല കയറുന്നില്ല. ഇവിടെ അടുത്ത് തന്നെ ഒരു ആശ്രമമുണ്ട്. അങ്ങോട്ടേക്കാണ് ഞങ്ങളുടെ യാത്ര. പ്രകൃതി സുന്ദരമായ കാഴ്ചകളും നല്ല കുളിര് കോരുന്ന കാലാവസ്ഥയുമാണ് നമുക്ക് ഇവിടുന്ന് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഉള്ളിലേക്ക് വണ്ടികൾക്ക് പ്രവേശനമില്ല. ഞങ്ങൾ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മുരുകൻ മല. ഈ മുരുകൻ മലയുടെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് കുരിശുമല. അങ്ങനെ 2 പേരിൽ അറിയപ്പെടുന്ന 2 മലകൾ ഇവിടെയുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ ചെറിയൊരു ചർച്ച് പോലെ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു സെമിത്തേരി ഉണ്ട്. ഇവിടെ താമസിച്ചിരുന്ന വൈദികരെ അടക്കം ചെയ്തിട്ടുള്ള ഒരു ചെറിയ സെമിത്തേരിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ അടക്കം ചെയ്തിട്ടുള്ള ഫാദർ വർക്കി നടയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ സെമിത്തേരിയോട് ചേർന്നിട്ടുള്ള ചെറിയൊരു പള്ളിയാണ് ഇവിടെ ഉള്ളത്. ഈ പള്ളീൻ്റെ ഉള്ളിൽ ഇവിടെ അടക്കം ചെയ്തിട്ടുള്ള എല്ലാ വൈദികരുടെയും ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് പള്ളിയുടെ ഉള്ളിൽ കയറുമ്പോൾ അത് കാണാൻ വേണ്ടി സാധിക്കും. ഈ ആശ്രമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളവർ ഒരുപാട് ഉച്ചത്തിൽ സംസാരിക്കുകയില്ല. നമ്മൾ പ്രധാനപ്പെട്ട ആശ്രമത്തിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവിടെ പരിപൂർണ നിശബ്ദതയാണ് നമ്മൾക്ക് അനുഭവപ്പെടാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ആശ്രമത്തിൽ കന്നുകാലി വളർത്തലും അതുപോലെ കൃഷിയും നടത്തി വരുന്നുണ്ട്. നന്നായി ശ്രദ്ധിച്ചാൽ ഈ ആശ്രമത്തിൻ്റെ നിശബ്ദത നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും.
ഞങ്ങൾ ആശ്രമത്തിൽ നിന്നും തിരിച്ചു പോന്നു. ഫ്ലവർ ഗാർഡൻ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. വാഗമണ്ണിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവർ ഗാർഡൻ ആണ് എന്നാണ് ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. നമ്മൾക്ക് അവിടുത്തെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം. ഈ കാണുന്നതാണ് ഫ്ലവർ ഗാർഡൻ. ഒരുപാട് നടന്ന് കാണാനുണ്ട്. ഞങ്ങൾ ഫ്ലവർ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പോയില്ല. ഞങ്ങൾക്ക് സമയം കുറച്ച് കുറവായതുകൊണ്ട് ഞങ്ങൾ പുറമേ തന്നെ നിന്ന് കാണുകയാണ് ചെയ്തത്. ഫ്ലവർ ഗാർഡൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പ്രത്യേകമായി ടിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ അഡ്വഞ്ചർ പാർക്കിലേക്കും നമുക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രത്യേകമായി തന്നെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഫ്ലവർ ഗാർഡനിൽ കുട്ടികൾക്കായി ചെറിയൊരു പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പുറമേ നിന്ന് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി അഡ്വഞ്ചർ പാർക്കിലേക്ക് നീങ്ങാം. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കൂടാതെ വിവിധ തരത്തിലുള്ള റൈഡുകളുണ്ട്. ഓരോന്നും കണ്ടാസ്വദിച്ച് നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാം. അങ്ങ് ദൂരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയില്ല. ദൂരെ നിന്നും കാണുകയാണ് ചെയ്തത്. അഡ്വഞ്ചർ പാർക്കിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാം. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മളിനി പോകുന്നത്. പാരച്യൂട്ടിലുള്ള സഞ്ചാരമാണ് ഇവിടെ കാണുന്നത്. ഒരാൾക്ക് പാരച്യൂട്ടിൽ കയറാൻ 4000 രൂപയാണ്.
ഓരോരുത്തരുടെയും പാരച്യൂട്ടിലൂടെയുള്ള യാത്ര നമ്മൾക്ക് കാണുകയും ആസ്വദിക്കുകയും ചെയ്യാം.
സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട്. ഇനി തീക്കോയിൽ ഒരു കോൺവെൻറ്റിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അവിടെ ഞങ്ങളുടെ ഒരു ആൻറ്റി സിസ്റ്ററുണ്ട്, സിസ്റ്റർ റോസിറ്റ്. ആൻറ്റിയുടെ കോൺവെൻറ്റിൽ ചെന്നിട്ടാണ് ഞങ്ങൾക്ക് ഇനി ഭക്ഷണം. ഞങ്ങളുടെ യാത്ര അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ടേക്ക് നീങ്ങാം. ഞങ്ങൾ കോൺവെൻറ്റിലെത്തി നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചു. വളരെ നല്ല ഭക്ഷണമാണ് അവർ ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയായി. പോകുന്ന വഴി ഞങ്ങൾ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലും കൂടി സന്ദർശിച്ച് യാത്ര തുടർന്നു. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് കണ്ണൂരിലേക്ക് ട്രെയിൻ കയറി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളുടെ യാത്രാവിശേഷങ്ങൾ നിങ്ങൾക്കേവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കാണുകയും ആസ്വദിക്കുകയും ചെയ്ത ഏവർക്കും നന്ദി.